ദേ നമ്മുടെ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തില് ഉത്സവം ഉത്സവമായിട്ട് നമ്മൾ എങ്ങനെ പോകാണ്ടിരിക്കാല്ലേ? അപ്പൊ ഒന്ന് പോകുന്ന വഴി കണ്ടില്ലേ, ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. പോരാത്തതിന് ഒത്തിരി സ്റ്റാളുകൾ, പന്തല് ഹൈലൈറ്റ് ആണ് കേട്ടോ. കണ്ടില്ലേ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ? ഇത് കാണണമെങ്കിൽ നിങ്ങൾ രാത്രി വന്നു കഴിഞ്ഞാൽ അടിപൊളി. ഇവിടുത്തെ ഉത്സവമാകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഈ നമ്മുടെ റോഡിന്റെ ആ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഭരണികള്, ചട്ടികള്, കാര്യങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഒരുപാട് ചെറുകിട കച്ചവടക്കാരൊക്കെ വന്നു പോകുമ്പോഴേ ഇടത് സൈഡിലായിട്ട് നമ്മുടെ മെയിൻ സംഭവം കാണാം. നമ്മുടെ പൂരത്തിനായിട്ടുള്ള ആനകൾ ഇങ്ങനെ നിരന്ന് ഇവരെ കാണാൻ മാത്രമായിട്ട് ആ ഗേറ്റിന്റെ അവിടെ ഒത്തിരി പേര് നടന്നിട്ടുണ്ടാവും. മെയ് 18-ന് രാപ്പാൽ ആറാട്ടുകടവിൽ ആറാട്ടോടെ കണ്ടില്ലേ എന്താ ഭംഗിയില്ലേ? ആനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൗതുകം, ഒരു ചന്തം തന്നെയാണ്. നമ്മുടെ ഉത്സവേ മെയ് 8-ന് കൊടിയേറിയിട്ട് മെയ് 18 വരെയാണ് ഉള്ളത്. രാപ്പാൾ ആറാട്ട് കടവില് ആറാട്ടോടെയാണ് കേട്ടോ ഇത് സമാപിക്കുന്നതിലേക്ക്. പോകുന്ന വഴിക്ക് ഇത്തരം സ്റ്റാളുകളൊക്കെ കാണാമെങ്കിലും നമ്മൾ അടിപൊളി എക്സിബിഷന് നമ്മൾ നിരക്കില്ലേ, അതുപോലത്തെ ഒത്തിരി സ്റ്റാളുകളുള്ള സ്ഥലമാണ്. നമ്മുടെ അമ്പലത്തേക്ക് കിടക്കണേക്കാട്ടും മുന്നേ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത്. ഈ ഒരു ക്ഷേത്രമല്ലേ, അതിന്റെ ഒക്കെ അവിടെ ആയിട്ട് കണ്ടില്ലേ നിറച്ച് സാധനങ്ങളാണ്. 30 രൂപയുടെ സാധനങ്ങളുണ്ട്, കമ്മലുകളുണ്ട്, നിറച്ച് ബലൂണും കാര്യങ്ങളും, ഒരുപാട് സ്റ്റാളുകളാണ്. അങ്ങനെ പ്രവേശിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ആയുർവേദ എക്സ്പോ കാണാനായിട്ട് പറ്റും കേട്ടോ. അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അവരെ കാണാനും അതുപോലെ അതിന് വേണ്ട മരുന്നുകളൊക്കെ മേടിക്കാനൊക്കെ പറ്റും. അതിനകത്ത് ഒരു സാഹചര്യമൊക്കെ അവർ ഒത്തിരി പേർക്ക് ഇത് യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ മൊത്തം കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെല്ലണത് നോക്കി, ഇനി കൗതുകമുള്ള കുറേ സാധനങ്ങളുണ്ട്. റൈഡുകൾ ഇഷ്ടം പോലെയാണ്. ഈ ജെയിൻ വീല് 2 ഉണ്ട് ഇപ്രാവശ്യം ഇവിടെ ഒരുപാട് കുട്ടികൾക്കായിട്ടുള്ള റൈഡുകൾ കൂടുതലാണ്. എന്തായാലും വെക്കേഷൻ ആണ്, അതിന്റെ കൂടെ നമ്മുടെ ഉത്സവവും. അതിലാണെങ്കിലോ കുട്ടികൾക്ക് വേണ്ട എല്ലാ റൈഡുകളും, പിള്ളേർക്ക് അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള നാലമ്പലങ്ങളിൽ 2ാമത്തെ അമ്പലമാണ് നമ്മുടെ ഈ ഒരു കൂടൽമാണിക്യ ക്ഷേത്രം. അവിടുത്തെ ഉത്സവം അടിപൊളിയാവാറുണ്ട് എല്ലാ പ്രാവശ്യവും. ഈ ഒരു സംഭവത്തിലൊക്കെ എനിക്ക് കേറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ അടുത്താണ് നമ്മുടെ തൃശ്ശൂർ എക്സിബിഷന് പോയപ്പോ ഈ യന്ത്രൂഞ്ഞാലിന്റെ തുമ്പത്ത് പോയിരുന്നിട്ട് എന്റെ കിളി മൊത്തം പോയത്. അതിന്റെ ഒരു പേടിയുള്ളതുകൊണ്ട് ആ സാഹസം ഞാൻ ഇനി കണ്ടില്ല. അപ്പൊ അത് ആനകൾ മാത്രമേ നോക്കണോടത്തൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചപ്പോ റൈഡുകൾ മാത്രമേ ഇപ്പൊ നോക്കണോട്. ഉത്സവങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ ഒരു ഉത്സവമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടേക്ക് വരാനായിട്ട്. സ്റ്റാളുകളും ഇതുപോലത്തെ റൈഡുകളും കാര്യങ്ങളും, പിന്നെ നമ്മുടെ ഫാമിലി ഒക്കെ ആയിട്ട് വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് കുഴപ്പമില്ലാണ്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് വന്ന് പോകാൻ പറ്റുന്ന ഒരു ഉത്സവം കൂടിയാണ്. തൃശ്ശൂർക്കാര്, പ്രത്യേകിച്ച് ഇരിഞ്ഞാലക്കുടക്കാര് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് പോരട്ടെ കേട്ടോ. നിങ്ങളുടെ ഇവിടെ വന്നിട്ടുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാം. അങ്ങനെ ഫുഡായി, സ്റ്റാളായി, പന്തലായി, മേളായി, എല്ലാം ഇവിടെ ആഘോഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് 18 വരെയാണ് നമുക്ക് ഈ ഒരു ഉത്സവം ഉള്ളത്. അപ്പോൾ നേരം കളയാണ്ട് എല്ലാവരും ഉത്സവം കൂടാനായിട്ട് പോകുന്നു. അവിടെ എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്നതാണ് ഈ ഒരു ചെടികളുടെ ഒരു സംഭവം. നമ്മൾ ഇവിടുന്ന് മേടിക്കാറുണ്ട്. എന്തായാലും നമ്മൾ എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫുഡ് സ്റ്റാൾ നമുക്ക് മിസ് ചെയ്യാനേ പാടില്ല. അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റാളുകളിലേക്ക് കടന്നു കേട്ടോ. ഈ പൊരി ഐറ്റംസ് ഒന്നും മേടിച്ചില്ല, പകരം നമ്മൾ സ്പ്രിങ്ങോ അങ്ങനെ എന്തോ ഒരു സാധനം ഇല്ലേ, അതായത് ആയതുകൊണ്ട് ഒത്തിരി കുട്ടികൾ ഇവിടെ പണിയെടുക്കാൻ. ഞാൻ അവരുടെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി ഇടല്ലേ കേട്ടോ, ഞങ്ങൾ വെക്കേഷൻ ആയതുകൊണ്ട് പണിയെടുക്കുന്നതാണ്, സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാത്രം ഞാൻ അവിടെ കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ അമ്പലത്തിന്റെ അവിടേക്ക് വരുമ്പോഴേ കണ്ടില്ലേ നല്ല അടിപൊളി വ്യൂ ആണ്. ലൈറ്റുകൾ കൊണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. പോണ വഴിയിലൊക്കെ ഇതുണ്ട് കേട്ടോ. പിന്നെ പന്തലും കാര്യങ്ങളും ഒത്തിരി കാണാനുണ്ട്. അപ്പൊ ആരും മിസ് ചെയ്യണ്ട. നിങ്ങൾ വന്നിട്ട് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അമ്പലത്തിന്റെ ഉള്ളിൽ ഇതല്ലാതെ ഒത്തിരി പരിപാടികൾ മാക്സിമം അമ്പലത്തിന്റെ ഉള്ളിൽ കയറാനായിട്ട് ശ്രമിക്കുക. കാരണം അവിടെ ഒത്തിരി പരിപാടികളും അതുപോലെ പൂരമൊക്കെ നടക്കുന്നുണ്ടാവും. നിങ്ങൾ അത് മിസ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഒരെണ്ണ വഴിക്ക് കുഞ്ഞു സ്റ്റാളിലൊക്കെ കയറി ഇത് ആനേനൊക്കെ കണ്ട് പന്തലും കണ്ട് അങ്ങനെ തിരിക്കാന്ന് വിചാരിച്ചു. നമ്മൾ ഇവിടേക്ക് എത്താനും ഇവിടെ നിന്ന് പോവാനും നല്ല പോലെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം ബസ് കാത്ത് സ്റ്റാൻഡിൽ കുറച്ചധികം നേരം നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഓക്കെ, എന്നാ ബൈ.